ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഉപ്പേരി വറക്കലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കപ്പ ആദ്യമേ തന്നെ പൊളിച്ചെല്ലാം കഴുകി വെച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഏത്തയ്ക്ക പൊളിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയ്ക്കാണെങ്കിൽ അമ്മയെ നല്ല കയ്യിൽ എണ്ണ തൂത്തിട്ട് നമ്മൾ ഇതേപോലെ പൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ കറിയൊന്നും പറ്റത്തില്ല. അമ്മ കയ്യെ വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ടാണ് കണ്ടത്. അതുകൊണ്ട് അമ്മയുടെ കൈ കറിയൊന്നുമില്ല. ഞാനാണെങ്കിൽ ഗ്ലൗസൊക്കെ എടുത്ത്, എനിക്ക് എണ്ണ ഭയങ്കര അലർജി കേട്ടോ. കയ്യിലൊന്നും എണ്ണ തൂക്കി എനിക്കങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് എടുത്തിട്ട് അന്നേരം കറിയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് നടുക്കൂടെ ഇങ്ങനെ ഒരു പോറൽ കൊടുത്തതിന് ശേഷം നമുക്കത് ഇതേപോലെ തൊലി പൊളിച്ചെടുക്കാം. അപ്പം കുറച്ച് തൊലി നല്ലതായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഒത്തിരി പൊടി എന്താണെന്ന് വെച്ചാൽ തോരൻ വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയും പയറും കൂടെയൊക്കെ ഇട്ട് തോരൻ വെക്കാൻ അടിപൊളിയാണ്. അപ്പം തലേന്ന് എല്ലാം വാങ്ങി വെച്ചതാണ്. അപ്പോൾ രാവിലെ അതുകൊണ്ട് എല്ലാം പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ വറുത്ത് തുടങ്ങി കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേന് തീരുമല്ലോ എന്ന് കരുതി അങ്ങനെ ഏത്തയ്ക്ക എല്ലാം പൊളിച്ച് ആദ്യമേ തന്നെ വെള്ളത്തിലോട്ടിട്ടു കേട്ടോ. കാടി വെള്ളമായിട്ടില്ലത് കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടത് നമ്മുടെ ഏത്തയ്ക്കത്തൊലി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് തോരൻ വെക്കാനായിട്ട്. അങ്ങനെ പിന്നെ വെള്ളത്തിലൊന്ന് നല്ലവണ്ണം ഒലച്ച് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അരി കഴിയ വെള്ളമാണ്. അപ്പോൾ അരി കഴിയ വെള്ളമോ കഞ്ഞിവെള്ളം ആയാലും മതി. അരി കഴിയ വെള്ളം ഒഴിച്ച് ഒന്നിടുമ്പോൾ കുറച്ച് നേരം അതിനകത്ത് കിടക്കട്ടെ, കറയൊക്കെ ഒന്ന് പോയി കിട്ടും. ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ അരിയാനായിട്ട് എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് പിന്നെ കയ്യറയൊന്നും വേണ്ട കേട്ടോ. കൈയൊന്നും മുറിയത്തുമില്ല. അമ്മയ്ക്കതാ ശീലം. അമ്മ അരിഞ്ഞാലും റെഡി ആകത്തുള്ളൂ, ഒരേ അളവും കാര്യങ്ങളൊക്കെ. അങ്ങനെ കപ്പയൊക്കെ അരി പിന്നെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ചാലിച്ചാണ് അത് അങ്ങോട്ട് പുരട്ടി. അങ്ങനെ എണ്ണയൊക്കെ തിളച്ച് വന്നു. അപ്പോൾ ഒരെണ്ണ ഇട്ട് നോക്കിയപ്പം തിള വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവിടെ കപ്പയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കപ്പയെല്ലാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അതങ്ങോട്ട് കോരിയെടുത്തു. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കപ്പ അങ്ങ് മൂത്ത് പോയെന്ന്. പക്ഷേ ഇല്ല, കറക്റ്റ് പാകമാണ് കേട്ടോ. ആ സമയം കൊണ്ട് അമ്മ ഏത്തയ്ക്ക അരിയുകയാണ്. അപ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ. എങ്ങനെയാണ് ഞാൻ ആലോചിക്കുക, നമ്മുടെ അമ്മമാർക്കൊക്കെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ അറിയാം. ഒരേ ലെവലിന് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇനി അടുത്തത് ഏത്തയ്ക്കായും മഞ്ഞൾപ്പൊടിയൊക്കെ പരട്ടി കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം വറുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഏത്തയ്ക്കയാണ് കേട്ടോ. ഏത്തയ്ക്ക കൂടിയിട്ട് നമ്മുടെ കണ്ണാപ്പ ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്ത് എണ്ണ തെറിക്കും. അതുകൊണ്ട് ആ സൈഡിൽ അങ്ങനെ കണ്ണാപ്പത്തവി ചാരി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഏത്തയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നിങ്ങളൊക്കെ എപ്പോഴും ഉപ്പേരി വറക്കുമ്പോൾ ഇതേപോലെയുള്ള ഇരുമ്പ് ചീനിച്ചട്ടി വറക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇരുമ്പ് ചീനിച്ചട്ടി ആകുമ്പോൾ എണ്ണയൊന്നും കുടിക്കത്തേ ഇല്ല. നമ്മൾ അലൂമിനിയം ഒക്കെ ആകുമ്പോഴേ എണ്ണയൊക്കെ കുടിക്കും. ഇതിനകത്ത് എണ്ണയൊന്നും കുടിക്കത്തില്ല. നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെയുണ്ട് കേട്ടോ. ആദ്യമേ കപ്പ വറുത്തപ്പോഴും അതേപോലെ ആ എണ്ണ തന്നെ ഇതിനകത്തും അതുപോലെ ഉണ്ട്. അപ്പം ഇതേപോലൊക്കെ ഉള്ള പാത്രം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിൽ ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വറക്കുവാൻ നല്ലത്. അതേപോലെ ഉപ്പുനീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കിലുക്കം വരുമല്ലോ, ആ സമയമായപ്പോൾ ഉപ്പ് പൊടി കല്ലുപ്പ് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നീരങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ അത് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇതതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇതേപോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുമ്പോൾ നല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയുള്ളതാണെന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ആദ്യമേ കണ്ണാപ്പയിലോട്ട് കോരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ മുറത്തിലോ പേപ്പർ നിരത്തിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയെല്ലാം അതേ പിടിക്കും. അങ്ങനെ തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ സ്റ്റീലിൻ്റെ ഡപ്പയിലോ ഒക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതാണ് ഞാൻ കപ്പയും ഏത്തയ്ക്കയൊക്കെ ഇതേപോലെ സ്റ്റീലിൻ്റെ ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഉപ്പേരിയൊക്കെ വറക്കാനുണ്ട്, അച്ചപ്പമൊക്കെ. അതൊക്കെ ഇനിയും പിന്നെ പതുക്കെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട്. നല്ല നമ്മുടെ വീട്ടിൽ വറുത്ത എണ്ണയ്ക്കകത്ത് വറുത്ത ഉപ്പേരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.